അത് സുഹൃത്തുക്കളെ ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് എലത്തൂരാണ്. ഇവിടെ ഒരു പ്രത്യേകതരം വിഭവം ഉണ്ടാക്കുന്നുണ്ട് റമദാനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ? എല്ലാ വർഷവും കോഴിക്കഞ്ഞി അല്ലേ അതിന്റെ വിഭവത്തിന്റെ പേര്? ബർമക്കഞ്ഞി. ഇതന്നെ ബർമക്കഞ്ഞി എന്ന് പറയാം. ബർമക്കഞ്ഞി അവിടെ ഉണ്ടാക്കി, അവിടെ മൂപ്പര് വില ഏപ്പിയാജി അവിടെ ഉണ്ടാക്കിയതാ. അത് ശരി. അവിടെ കൂടെ പോകുന്നതിൻ്റെ ഇവിടെ കൊടുക്കാൻ തുടങ്ങിയത്. അത് ശരി. അങ്ങനെ ഇത് എത്ര വർഷം ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ 58 വർഷമായി. ഇവിടെ 58 വർഷമായി. എന്താണ് ഇതിന്റെ കൂട്ടുകളൊക്കെ എന്തൊക്കെ അറിയാം? കൂട്ടുകൾ അരി, വെല്ലുള്ളി, ഉലുവ, കോഴി, കുരുമുളക്, മല്ലി, ഏലക്കായ്, കറാമ്പ്, പട്ട, തേങ്ങാപ്പാൽ, കടലപ്പരിപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ കരിവേപ്പില, പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ നെയ്യ്, അങ്ങനെ 23 സാധനം കൂട്ടിയിട്ടുണ്ടാക്കുന്നു. 23 കൂട്ടുകളുണ്ടല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ അങ്ങനെ 23 വിഭവങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഒരു കഞ്ഞിയാണിത്. ഇത് ഭയങ്കര ഫേമസ് ആണ് ഇവിടെ. ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത്, കേൾക്കാറുണ്ട്. ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് കാണാം ഇതിനെ പറ്റിയുള്ള. അപ്പോൾ ഇന്ന് ഇവിടെ വന്നൊരു വീഡിയോ എടുക്കണം എനിക്കൊരു ആഗ്രഹം. അങ്ങനെ കാക്ക ഭയങ്കര തിരക്കിലാണ്. എന്നാലും ഒരു 5 മിനിറ്റ് എനിക്ക് അനുവദിച്ചാൽ വളരെ നന്ദി. ബാക്കി എല്ലാ വീഡിയോസിനും എടുത്തോട്ടെ. എപ്പോഴാണ് കൊടുക്കാന്ന് വെച്ചാൽ 4:30 മണിയൊക്കെ ആവും. 4 മണി. കുറേ ആൾക്കാരുണ്ടാവും ഇത് വാങ്ങാൻ വരെ? ഇവിടെ വരൂല്ലേ? പള്ളിയിലേക്ക് കൊണ്ടുപോകും അല്ലേ? അത് ശരി. കോഴിക്കഞ്ഞി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കാണാം. സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ എത്തി. അങ്ങനെ ഇപ്പോൾ ഇവിടെ തീ കൊടുത്തതിന് ഉലുവക്കഞ്ഞി എന്ന് വരുന്നത്. ഉലുവക്കഞ്ഞി കഴിച്ച് പഠിച്ചിട്ട് ഇപ്പോൾ കോഴിക്കഞ്ഞി എന്നതിൻ്റെ പേരല്ലേ വെച്ചാൽ കോഴിക്കഞ്ഞി. ചെമ്പിലാണ് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെമ്പ് അവിടെ പുറത്ത്, 2 ചെമ്പ് ഇവിടെ, 2 ചെമ്പ് അവിടെ. കഞ്ഞിയിലേക്ക് ആവശ്യമായ കോഴിയാണ് കേട്ടോ അത്. ഇത് ലഗോൺ കോഴിയാണ്. തിളച്ച വെള്ളത്തിലേക്ക് കോഴീനെ ഇടുകയാണ്. രണ്ടാമത്തെ പാത്രത്തിലിട്ടു. പുറത്തൊരു പാത്രമുണ്ട്, അതെല്ലാം കോഴീനെ ഇട്ടു. കഞ്ഞിലേക്ക് ആവശ്യമായ വെളുത്തുള്ളിയാണ്, അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണിത്. ശരി. പിന്നെ അവിടെ ഉള്ളിൽ കാണാം നമുക്ക് വിറകുകൾ. അവിടെ വിറകൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെച്ചാൽ കാണാം. പകരം പേരെന്താ? സാദിക്ക. കുറെ കാലമായി അവിടെ പണിയെടുക്കുന്നത്? ഞാനിപ്പോൾ 5-6 കൊല്ലം. ഈ സീസണിൽ മാത്രം ഉണ്ട്? റംസാൻ മാത്രം? റമദാൻ ഇങ്ങനെ വന്നിട്ട് എല്ലാ 30 ദിവസം അല്ലേ? 27 ദിവസം. ഓക്കെ. ഇവിടെ ഒരുപാട് ആൾക്കാർ വരാമല്ലോ വാങ്ങാൻ? ഇവിടെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ദൂര സ്ഥലത്തു നിന്നൊക്കെ ആൾക്കാർ അവർക്ക് പള്ളിക്കലേക്കാണ് പോവുക. ശരി. ഇവിടെ ചുറ്റുപാടുള്ള പെണ്ണുങ്ങൾ മാത്രം ഇവിടെ വരും. ഇവിടെ പെണ്ണുങ്ങൾക്ക് മാത്രം കൊടുക്കുള്ളൂ, ബാക്കിയെല്ലാം ആണുങ്ങൾക്കൊക്കെ പള്ളിയിൽ. അപ്പം ഞാൻ പള്ളിയിൽ പോകണം? അല്ല, നിങ്ങൾക്ക് പിന്നെ പ്രശ്നമില്ല ഇവിടെ അല്ലേ. സുഹൃത്തുക്കളെ, ഇതൊരു ആദ്യമുള്ള അനുഭവമാണ്. ഈ കോഴിക്കഞ്ഞി കേട്ടിട്ടുണ്ട്. എൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞേക്കാൻ. നിങ്ങൾ ഒരുപാട് വീഡിയോ ഇതിൻ്റെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നേരിട്ടൊരു അനുഭവമാണ്. ഇത് ഉണ്ടാക്കുന്നത് നേരിട്ട് കാണുന്നത്. ഇതിലേക്കാണോ കക്ക കൂട്ടുകൾ വരിക? ഇതിനകത്ത് ഉലുവ വരാറുണ്ട്. അതിൻ്റെ അകത്ത് കാക്ക ഭയങ്കര തിരക്കിലാണ് കേട്ടോ. അതിനുള്ളിൽ കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. കാക്കനെ ശരിക്കും ബുദ്ധിമുട്ടിക്കാണ്. ഞാൻ കുറേ കാര്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാക്കൻ്റെ പേരെന്നായിരുന്നു? അബ്ദുൽ സലാം. കാക്കയാണ് അതിന് നേതൃത്വം കൊടുക്കാറ്? അതെ. ഇത് ഈ തറവാടിൻ്റെ പേരെന്താ? ആച്ചാമ്പറമ്പ് അല്ലേ? ശരി. ഇവിടെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഒരുപാട് ആൾക്കാർ വൈകിട്ട് 4 മണിക്ക് കാണാല്ലേ? 4-4:30 കഞ്ഞി ഇവിടെ കൊടുക്കാൻ തുടങ്ങും. ബാക്കി പള്ളിയിലും? ബാക്കി പള്ളിയിൽ 6 പള്ളിയിൽ കൊടുക്കും. 6 പള്ളിയിൽ? ശരി. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് കാണാം 4 മണിക്ക് ശേഷം അവർ സപ്ലൈ ചെയ്യുന്ന എങ്ങനെയൊക്കെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ അതിന് കുടിച്ചിട്ട് അതിന് വിവരം പറയുന്നേക്കാം. അതെ. ഓക്കെ. ഗ്രനാണല്ലേ? സൂപ്പറാണല്ലേ? കുറെ ദൂരത്തെ കൊണ്ടുവന്നുണ്ട്. പല സ്ഥലത്തൊക്കെ വണ്ടി വന്നിട്ട് കൊണ്ടുപോകും. പിന്നെ യൂട്യൂബർമാർ വരാറുണ്ടോ? യൂട്യൂബർമാരൊക്കെ വരാറുണ്ട്. ഇഷ്ടംപോലെ യൂട്യൂബർമാർ വന്നുകൊണ്ടിരിക്കുക. ശല്യമായിക്കൊണ്ടിരിക്കുക. ഫസ്റ്റിലേ തുടങ്ങിയിരിക്കുന്നേ കഴിഞ്ഞ വെള്ളിയാഴ്ച. റംദാൻ മാസത്തിൽ മാത്രമേ ഉണ്ടാവും? മാസത്തിലാണല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതുണ്ടാവില്ല. അപ്പോൾ ഇത് ബർമെന്നാണ് ഇതിൻ്റെ ഈ ഒരു റെസിപ്പി കിട്ടിയെന്നാണ് അവർ പറയുന്നത് അല്ലേ? അതെ, ബർമെന്നാണല്ലോ അവിടുത്തെ വെച്ചിട്ടുള്ള കഞ്ഞിയാണ്. പിന്നെ ബർമേന്ന് മൂപ്പര് ആചാരം ഒഴിവായപ്പോൾ ഇവിടെ വന്ന് കൊടുക്കാൻ തുടങ്ങി. ശരി. ഇത് എത്രയാണ് ഇതിന് വിലയൊക്കെ? എങ്ങനെ ചാർജ് എങ്ങനെയാണ്? ഇത് വെച്ചാൽ ഇവര് സ്വന്തം ഉള്ള പൈസ. അപ്പോൾ ഇതിന് പൈസ ഒന്നുമില്ല, ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്? റമദാന് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ഫ്രീ ആയിട്ട് കൊടുക്കുക. എന്തെങ്കിലും പൈസ ഒന്നുമില്ല, സാമ്പത്തിക ഒന്നുമില്ല. അതൊക്കെ വില തന്നെ എടുക്കുന്ന ഏട്ടന്മാരും അഞ്ചന്മാരും പെങ്ങന്മാരും ഒട്ടുകളും കുട്ടികളൊക്കെ എടുക്കുന്ന ഇപ്പിയാച്ചില്ല. ഒരുപാട് ചിലവുകളാണല്ലേ? നല്ല ചിലവായിരുന്നു. ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടായിക്കൊണ്ടിരിക്കുക. പാത്രമൊക്കെ നല്ല ചൂടായിക്കൊണ്ടിരിക്കുക. അതിൽ കോഴിയുണ്ട്. കോഴി ഇങ്ങനെ വെന്ത് ഉരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ളിൽ.
ഇതിലേക്ക് ആവശ്യമായ ഓരോ സാധനങ്ങളും ഇതാ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ചേർക്കാനുള്ള അരി, ഉലുവ, ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളത് കൂട്ടുകളൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകൾ നേതൃത്വം കൊടുക്കുന്ന ഇക്കാക്കയാണ്. അവിടെ 3 ചെമ്പാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ 3 ചെമ്പിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് തയ്യാറാക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ കാണാതെ പോരുത്, ഇങ്ങനെ ഇവിടുത്തെ സഹായിയാണ്. എത്ര കാലം ഇവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ 2 വർഷമായി. 2 വർഷമായില്ല. എന്താണ് നിങ്ങളുടെ അനുഭവം? അനുഭവം തിരക്കേറില്ല. അടിപൊളി. കഞ്ഞിക്ക് എങ്ങനെ? അടിപൊളി, നല്ല സൂപ്പർ. അത് സുഹൃത്തുക്കളെ, ഈ പിന്നെ കോഴിക്കഞ്ഞി പറഞ്ഞ ഈ ഒരു വിഭവം എന്നെ പരിചയപ്പെടുത്തുന്നത് ഈ കാക്കയാണ്. ഈ കാക്കയുടെ വ്ളോഗിലൂടെ ഒരു 33,000 ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നാണ് കാക്ക പറഞ്ഞത്. ഞാനും കണ്ടതാണ് ആ വ്ളോഗ്. കഴിഞ്ഞ വർഷം വന്നെടുത്താണ്, ഈ വർഷം വന്നിട്ടുണ്ട് എടുക്കാൻ. കാരണം ഇതൊരു ഒരു എന്താ പറയുക, ഈ ഭാഗത്തൊരു വികാരമാണിത്. എല്ലാ ആൾക്കാരും വാങ്ങി കഴിക്കുന്നുണ്ട്. 58 വർഷമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ കാക്കയോട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. ഈ കാക്കൻ്റെ വ്ളോഗിൻ്റെ പേര് റഷീദ് റാഷ് മീഡിയ എന്നാണ് എൻ്റെ ബ്ലോഗിൻ്റെ പേര്. ഇവിടെ ഞാൻ ഒരു 3-4 വർഷമാണ് ഇപ്പോൾ കോഴിക്കഞ്ഞിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നത്. ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് ഇത് വിളിച്ച് ചോദിച്ചിട്ട് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുവന്നുണ്ട്. എലത്തൂർ പള്ളിയിൽ വെച്ചിട്ടാണ് എല്ലാവരും ഉണ്ടാവുക. ഒരുപാട് ആളുകളുണ്ടാവും. എലത്തൂർ ഒരു കുടുംബ ട്രസ്റ്റ്, ഇവരാണ് ഇത് ഉണ്ടാക്കുന്നത്. 48ഓളം വർഷമായി ഇവിടെ. 58ഓളം വർഷമായി ഇവിടെ കോഴിക്കഞ്ഞി ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ള കഞ്ഞി കേട്ടോ. ഔഷധക്കൂട്ടാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ 23 തരം ഔഷധക്കൂട്ടുകളുണ്ട്. അതിവിടെ വന്ന് വാങ്ങി കുടിക്കണം കേട്ടോ. ആർക്കും കിട്ടും. ജാതി മത ഭേദമന്യേ ഇവിടെ വന്നിട്ട് ക്യൂ നിന്നാൽ കിട്ടും. 5 മണി നമുക്ക് എലത്തൂർ വലിയ പള്ളി, 6 പള്ളിയിൽ കൊടുക്കുന്നത്. പക്ഷേ എലത്തൂർ വലിയ പള്ളിയിൽ വന്നിട്ട് ക്യൂ നിന്ന് വാങ്ങാൻ ആർക്കും കിട്ടും. 5 മണി നമുക്ക് വരിക. ഓക്കെ. കോഴിക്കോടിൻ്റെ ഒരു വികാരമാണ് ഫുഡ് എന്ന് പറഞ്ഞാൽ. കോഴിക്കോട് അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ ഫുഡ് ക്യാപിറ്റൽ എന്നാണ്. ഫുഡ് ക്യാപിറ്റൽ ഓഫ് കേരള. അതെ. ഇൻഗ്രീഡിയൻസുകളൊക്കെ ഇവിടെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സഹായ കാക്ക ഇളക്കുന്നുണ്ട്. ഒരു കഞ്ഞിൻ്റെ സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. ആദ്യം ഇറച്ചിട്ടിരുന്നു കേട്ടോ. വെള്ളം തിളച്ച ഉടനെ തന്നെ ഇറച്ചിട്ടിരുന്നു. ഇറച്ചിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവർ ഇൻഗ്രീഡിയൻസ് ഇടുന്നത്. അപ്പോൾ ആ ഇറച്ചി വെള്ളി നന്നായിട്ട് അലിഞ്ഞും തോന്നല്ലേ, വെന്തലിഞ്ഞും തോന്നല്ലേ. അതെ. ഇവിടെ തിളച്ച് പൊന്തുന്നാ ചേട്ടാ കാക്ക, തിളച്ച് പൊന്തുന്ന തിളച്ച് പൊന്തുന്ന എല്ലാം വെള്ളം ഒഴിച്ചിട്ട് അതിനെ തണുപ്പിച്ചതാ. തീയും ചൂട് കുറച്ച്. അതിൽ നല്ല എക്സ്പേർട്സാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കിട്ടി കഴിഞ്ഞപ്പോൾ അതിന് നല്ലൊരു സ്മെല്ലിങ്ങനെ വരുന്നുണ്ട് സുഹൃത്തുക്കളെ. ചൂടാണ്, പക്ഷെ അത് ഉണ്ടാക്കുന്നത് കാണാനുള്ള ഒരു ഭംഗി. പുറത്തും ചൂടാണ്, ഇതിനുള്ളിലും ചൂടാണ്. കാരണം അന്തരീക്ഷം നല്ല ചൂടാണ്, നല്ല വേനലായതുകൊണ്ട്. പക്ഷേ അത് ഉണ്ടാക്കാനുള്ള ഭംഗി ഉണ്ടല്ലോ, ആ സ്മെല്ലിങ്ങനെ നന്നായിട്ട് വരുന്നുണ്ട്. കഞ്ഞീൻ്റെതാ. ഇനി കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളാണ്. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ ഈ കഞ്ഞിയെ കുടിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, അത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. 2 മണിക്കാണ് ഇതിൻ്റെ. അപ്പോൾ ചേട്ടാ, ഇത് ചോറ് മാത്രമാണ് ഉണ്ടാക്കുന്നത്? ഇത് അരിൻ്റെ കഞ്ഞി മാത്രം. പിന്നെ ഇനിയിപ്പോൾ ഇതിൽ കോഴി ഡിവൈഡ് ചെയ്ത് അതിൽ പുഴുങ്ങിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പിച്ച് ചീന്തിയിട്ട് 3 ഡിവൈഡ് ചെയ്തിടുക. ഈ ചോറ് കൂടെ ഇല്ല ഇത്? ഇത് അതായത് കഞ്ഞിയാക്കാനുള്ള. ഇതാണ് കഞ്ഞി എന്ന് പറയുന്നത്. ഈ അരിയാണ് ഇതിൽ നമ്മൾ വേവിക്കുന്നത്. 2 ചിക്കനും മറ്റുള്ള സാധനങ്ങളും അതിൽ അരിയുണ്ട്. അതിൽ അരി ഉണ്ടല്ലേ? അപ്പോൾ ഇതും കൂടെ അതിൽ ചേർക്കും. ഈ സുഹൃത്തുക്കളെ, ഇത് ഞങ്ങളെ കോഴിക്കോടിൻ്റെ മാത്രം പാരമ്പര്യമാണിത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് എലത്തൂർ ആച്ചാമ്പറമ്പ് എന്നൊരു തറവാട്ടിലാണ്. ഇവിടെ എല്ലാ റമദാൻ മാസങ്ങളിലും കോഴിക്കഞ്ഞി കൊടുക്കാറുണ്ട്. ഇത് ഞങ്ങളെ ഒരു സഹോദര്യത്തിൻ്റെ കൂടെയുള്ള ഒരു ഇതാണ്, ചിഹ്നമാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും ഇവിടെ വന്ന് ഈ കഞ്ഞി വാങ്ങി കുടിക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്. അപ്പോൾ ഈ നാടിൻ്റെ സാഹോദര്യവും എല്ലാം കണ്ടറിഞ്ഞും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിരിക്കണം, ഈ കഞ്ഞി കുടിച്ചിരിക്കണം. ഇത് വൈകിട്ട് 4 മണിക്കാണ് ഈ വിഭവം ഇവിടെ വിളമ്പുക. പള്ളി മുഖാന്തരം ഈ വീട്ടിൻ്റെ മുറ്റത്തുനിന്നും ഇത് ഇവിടെ ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളെ, അതാ വെന്ത ചിക്കനെ പുറത്തെടുക്കുകയാണ്. ഇതിലെല്ലാ കൂട്ടുകളും ഉണ്ട്. ഇനി ചിക്കൻ അടുത്ത പരിപാടി എന്താകുമ്പോൾ നോക്കാം. ചിക്കൻ അതാ അവർ വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇത് പച്ചവെള്ളത്തിലേക്കല്ലേ? ഇത് ചൂടുവെള്ളത്തിലേക്കല്ലേ? പച്ചവെള്ളത്തിലേക്ക് ഇടുന്നത് പറഞ്ഞേ.
ചിക്കൻ അങ്ങനെ തണുത്ത വെള്ളത്തിലിട്ട് അതിനിത് അങ്ങോട്ട് മാറ്റിയിടുകയാണ്. ഇനി ഇതിനെ ചിക്കൻ ഇങ്ങനെ പിച്ചാൻ പോവാണ്. ഇതിലേക്ക് ആവശ്യമായ കൂട്ടുകൾ ഇതാ ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരുപാട് കൂട്ടുണ്ട്. അതെല്ലാം പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഇതിലെന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് താത്ത? പരിപ്പ് മാത്രമല്ലേ? ആ ശരി, പരിപ്പ് മാത്രം കഞ്ഞിൽ ഒഴിക്കാനുള്ളത്. ഇത് തേങ്ങ. ഓക്കെ, നല്ല ജീരകം, പെരിഞ്ജീരകം. ഓ, ഒരുപാട് ഔഷധക്കൂട്ടിൽ ചേർക്കണ്ടല്ലേ? ഇതെന്താണ്? 28 സാധനം അല്ലേ? നല്ല ജീരകം അല്ലേ? ഓക്കെ. ഇനി ഇവിടെ എന്തോന്നില്ലേ? ഇതെന്താണ്? ഇതാണ് പെരിഞ്ജീരകം അല്ലേ? ഓക്കെ, അത് എടുത്തു. ഇത് ഒന്നുകൂടി കാണിച്ചു നോളുക. ഇതാണ് ലാസ്റ്റ് കഞ്ഞിന്റെ മുകളിൽ പാരുന്നല്ലേ? ഇത് പാർന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. താത്തന്റെ പേരെന്താ? സെഫിയ താത്ത. കുറെ കാലം ഇത് ചെയ്യുന്നത്? 8 വർഷം അവിടെ അല്ലേ? ഓക്കെ. 3 ചെമ്പിലാണ് കഞ്ഞി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ആ 3 ചെമ്പിലേക്ക് ആവശ്യമായ ചിക്കൻ ഇതങ്ങനെ തരംതിരിക്കുകയാണ് 3 പാത്രത്തിൽ. ഇനി ഇതെല്ലാം പിച്ചിട്ട് അതിലിടും. ഇതാണ് സുഹൃത്തുക്കളെ ചിക്കൻ പിച്ച എന്ന് പറഞ്ഞവർ. ഇങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് ചെറിയ പീസാക്കി എല്ലാം അതിലിട്ടിട്ട് ഇതിങ്ങനെ പിച്ചെടുക്കും. എന്നിട്ട് കഴിഞ്ഞിട്ട് ഇവർ വീണ്ടും കഞ്ഞിയിലേക്ക് തന്നെ ഇടും അല്ലേ? ഓക്കെ. അപ്പോഴാണ് നമ്മളെ ചിക്കൻ കഞ്ഞി അത്. അതെ, മലയാളത്തിൽ കോഴിക്കഞ്ഞി അല്ലെങ്കിൽ ചിക്കൻ ഗ്രുവൽ. വേറെ യൂട്യൂബേഴ്സും ഇട്ടോ അവിടെ എടുക്കുന്നതാ. ബാസി എന്നാണ് പറയുന്നത്, ഇങ്ങനെ പേര് ബാസി എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ ചേട്ടൻ അവിടെ പിന്നെ പിച്ചിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഇതാ ഈ പിച്ച ചിക്കൻ ഇങ്ങനെ ഇതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം എത്ര മണി ഉണ്ടാവും ഇപ്പോൾ ചേട്ടാ? 2 മണി കഴിഞ്ഞല്ലേ? 2 മണി കഴിഞ്ഞ് 2:30 ആയിട്ടുണ്ട്. 4 മണിക്കാണ് ഇത് ഒരു സപ്ലൈ ചെയ്യുക ചൂടോടൊക്കെ. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി ഇതിൽ? ഇതിൻ്റെ കൂട്ടുകളൊക്കെ ചേർക്കൂലേ? ശരി. കറിവേപ്പില ഇടുന്നത്. ഇത് കുരുമുളക് പൊടി കലക്കിയത് ഇതിൽ ഒഴിക്കുകയല്ലേ? കുരുമുളക് പൊടിയാണ് കലക്കിയത് ഒഴിക്കുന്ന രംഗമാണ് കാണുന്നത്. രണ്ടാമത്തേൽ ഇങ്ങനെ 3 ചെമ്പാണ് ഉള്ളത്. 2 ചെമ്പിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. അതാ ചിക്കൻ പിച്ചിയത് വീണ്ടും ഇതാ ആകുന്നതനുസരിച്ച് ഇവരിങ്ങനെ ചേർത്തുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇവർ പല ഇൻഗ്രീഡിയൻസും ചേർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ കറിവേപ്പിലിട്ടു, അതിന് ശേഷം കുരുമുളക് ഇട്ടു. കാരണം കണ്ണൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തത്. പിന്നെ ഇനിയിപ്പം വരാൻ പോകുന്ന ഇഞ്ചിയാണ്. ഇഞ്ചി ചതച്ചത് ഇതിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഇഞ്ചി ചതച്ചതുണ്ട്. ഇഞ്ചി ജീരകം പെരിഞ്ജീരകം കൂടിയാണ്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിലൊഴിക്കുന്നത്. ഇവിടെ ഒഴിച്ചു. 3-ാമത്തേൽ പരിപ്പ് അരച്ചത്. ഇനി തേങ്ങാപ്പാലും മഞ്ഞപ്പൊടിയും കൂടി ചേർക്കും അല്ലേ? തേങ്ങാപ്പാലും മഞ്ഞപ്പൊടി കൂടിയാണ് ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് സുഹൃത്തുക്കളെ. ഇതോടുകൂടി പോലെ കഞ്ഞി ഉണ്ടാക്കുന്ന ഈ പരിപാടി, ഈ പ്രോസസ്സ് അവിടെ അവസാനിക്കും. അങ്ങനെ എല്ലാ ചേരുവകളും ചേർത്ത് കോഴിക്കഞ്ഞി റെഡിയായി. ഇതിൻ്റെ കളറ് മഞ്ഞ നിറത്തിലേക്കാം. ഇത് 4 മണിക്ക് 4 മണിക്കല്ല 3:30 4 മണിക്ക് ഇതിൽ നിന്ന് ഇറക്കൂലേ? സുഹൃത്തുക്കളെ, ഈ കാക്കയാണ് കോഴിക്കഞ്ഞിയുടെ ആള്. ഈ കാക്കയാണ് ഇവിടുത്തെ കോഴിക്കഞ്ഞി വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. 58 വർഷമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? എന്തായിരുന്നു ഇതിന്റെ പിന്നിലുള്ള? പിന്നിലെച്ചാൽ ഇത് നമ്മളെ ഇപ്പോൾ ബർമയിലാണ് ഉണ്ടായത്. ജോലി ആവശ്യാർത്ഥം ബർമയിൽ പോയതാ. അന്ന് പണ്ടൊക്കെ അങ്ങനെയാണല്ലോ. അല്ലാതെ ഇപ്പോഴാണല്ലോ കുവൈത്ത് ദുബായ് ഒക്കെ പോലെ. പണ്ട് കാലത്ത് ബർമയിൽ സിലോണിലേക്കാണ് ജോലിക്ക് വേണ്ടി പോവുക. അങ്ങനെ ഇവിടുന്ന് പോയി അവിടെ പോയിട്ട് നയിച്ച് അങ്ങനെ അവിടുന്ന് ഈ കഞ്ഞി അവിടുത്തെ കഞ്ഞിയാണ്. അപ്പോൾ അവിടുന്ന് കൊടുക്കാൻ തുടങ്ങി. ഇപ്പം അവിടുന്ന് കൊടുക്കാൻ തുടങ്ങി. ബർമേന്ന് അതാണ് ബർമ്മക്കഞ്ഞി എന്ന് പറയുന്ന കാരണം. ബർമ്മക്കഞ്ഞി പേരുണ്ട്. ബർമ്മക്കഞ്ഞി എന്നൊരു പേരുണ്ട്. അപ്പോൾ അത് കോഴിക്കഞ്ഞി ബർമ. അപ്പോൾ അത് പിന്നെ അവിടെ നാഷണലൈസേഷൻ കഴിഞ്ഞ് ബർമയിൽ ഇതൊക്കെ ഒഴിവാക്കി ഇവിടെ വന്നപ്പോൾ പിന്നെ ഇവിടുന്ന് അത് തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 58 വർഷമായി. അതെ. 23 കൂട്ടുകളുണ്ടെന്ന് പറഞ്ഞ ഔഷധക്കൂട്ടുകളൊക്കെ. അതെ. പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കണത്. പിന്നെ കടലപ്പരിപ്പ്, ചെറിയ ജീരകം, വലിയ ജീരകം, വലിയ ഉള്ളി, മറ്റേ വെള്ളുള്ളി, കുരുമുളക്, ഇഞ്ചി, കറാമ്പ്, കറുവപ്പട്ട, ഏലക്കായ്,
ഇങ്ങനെ 23 അങ്ങനെ ഐറ്റം. കടലപ്പരിപ്പ്, മറ്റേ ഉലുവ, അങ്ങനെ തുടങ്ങി തേങ്ങാപ്പാൽ, അങ്ങനെ തുടങ്ങി 10-23 ഐറ്റംസ് ഇതിൽ ചേർക്കുന്നുണ്ട്. റമദാൻ മാസത്തിൽ മാത്രം ഉണ്ടാകും. റമദാൻ മാസത്തിന് മാത്രം. റമദാൻ 2-ന് തുടങ്ങിയിട്ട് 28-ന് അവസാനിക്കും. ഇപ്പോൾ ഈ ഭാഗത്തുള്ള സ്ത്രീകൾക്കൊക്കെ ഇവിടുന്ന് കൊടുക്കും. ബാക്കിയുള്ളത് 6 പള്ളിയിൽ കൊണ്ടുപോകും. ആ പള്ളിയിലേക്ക് ആൾ വന്നിട്ട് അവിടുന്ന് പാത്രത്തിലാക്കി കൊണ്ടുപോവുക. അപ്പോൾ സുഹൃത്തുക്കളെ മനസ്സിലാക്കണം, ഇതെന്ന് പറഞ്ഞാൽ റംദാൻ കഞ്ഞിയല്ല, ഇത് മതസൗഹാർദ്ദ കഞ്ഞിയാണ് ശരിക്കും. അപ്പോൾ എല്ലാവരും വരിക, നമ്മളെ കോഴിക്കോടിൻ്റെ ഈ ഒരു പ്രത്യേക യൂണിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചറിയാം. അപ്പോൾ കാക്കൻ്റെ പേര് ചോദിക്കാൻ പറഞ്ഞു. എൻ്റെ പേര് അബ്ദുൽ ഖാദർ. അബ്ദുൽ ഖാദർ. ഓക്കെ. അപ്പോൾ അത് കോഴിക്കോട് എലത്തൂർ, തറവാട് പേര് ആച്ചാമറമ്പത്ത്. ആച്ചാമറമ്പത്ത്, അതായത് കോഴിക്കോട് എലത്തൂർ പോലീസ് സ്റ്റേഷൻ അടുത്താണ് ആച്ചാമറമ്പത്ത്. അതെ അതെ. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, കോഴിക്കഞ്ഞി, ഇത് കോഴിക്കഞ്ഞിയല്ല, ഔഷധക്കഞ്ഞിയാണ്. ഔഷധക്കഞ്ഞി മാത്രമല്ല, ഇതൊരു മതസൗഹാർദ്ദ കഞ്ഞിയാണ്. ഈ കഞ്ഞി ഇതാ പ്രിപ്പയറായി, ഇത് തയ്യാറായി, ഇതെല്ലാവർക്കും ഇതാ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പാത്രത്തിൽ നിറച്ചിട്ട് ഇതാ ഇവിടെ കൊണ്ടുവെക്കാണ്. ഇത് പള്ളികളിലേക്ക് കൊണ്ടുപോകാനാണ്. ഒരു പള്ളിയിലേക്കല്ല, രണ്ടോ മൂന്നോ പള്ളിയിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് മുക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും പാർന്ന് കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ എനിക്കും കിട്ടി. ഞാൻ ഇവിടെ അതാ കഞ്ഞി വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കഴിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് ഇത് ഇട്ട് തരികയാണ്. ചെറുതായിട്ട് ഉള്ളി ചാരിച്ചത്, നെയ്യിൽ ചാരിച്ചത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള കോഴിക്കഞ്ഞി വാങ്ങിച്ചത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. 58 വർഷമായി ഇത് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് വാങ്ങുന്നത്. അപ്പോൾ ഞാനിത് കഴിക്കുന്നത് വീട്ടിൽ നിന്ന്. പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പാനി കയറുന്നത് 4 മണിയായപ്പോൾ അടുത്തുള്ള എല്ലാ സ്ത്രീകളും ചെറിയ കുട്ടികളും വന്ന് ഈ കഞ്ഞി വാങ്ങാൻ തുടങ്ങി. ഇതിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. ഇവിടെ യാതൊരു തരത്തിലുള്ള വേർതിരിവുകളൊന്നുമില്ല. ആർക്കും ഈ കഞ്ഞി വന്ന് വാങ്ങാം. 58 വർഷമായിട്ട് ഈ കാക്ക ഈ കഞ്ഞി ഇവിടെ വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കൂടാതെ 5-6 പള്ളികൾ മുഖാന്തരം ഈ കഞ്ഞി വിതരണം ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. കാരണം യൂട്യൂബിൽ ഒരു വീഡിയോ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ വീട്ടിലെത്തി. പാത്രത്തിൽ നിന്ന് ഒരു ബൗളിലേക്ക് പകർന്നു. കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഉപ്പില്ല, ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ട് ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. സൂപ്പർ. കുറച്ച് ഉപ്പും കൂടി ഇട്ടപ്പോഴല്ലോ ടേസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്, ലെവലൊന്നും മാറിയിട്ടുണ്ട്. ഉപ്പിടാതെ കഴിക്കുമ്പോൾ വലിയ ഇതൊന്നും തോന്നുന്നില്ല, രസം തോന്നില്ല. പക്ഷെ ഉപ്പിട്ട് കഴിച്ചപ്പം സൂപ്പർ, അടിപൊളി ടേസ്റ്റ്. പരിപ്പും കോഴിയൊന്നും ഇതിൽ കാണാനില്ല, എല്ലാം ജ്യൂസായിട്ടുണ്ട്. നന്നായിട്ട് വെന്തുടഞ്ഞു പോയിട്ടുണ്ടല്ലോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഈ കഞ്ഞി വാങ്ങുക, കഴിക്കുക, അതിൻ്റെ ടേസ്റ്റ് അറിയാം. ഓക്കെ.